ഞങ്ങൾ സിനിമയുടെ എല്ലാം പഠിച്ച് എല്ലാം ചെയ്തല്ലോ അല്ലേ? ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കരുത്, എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത്, എല്ലാ മേഖലയും സിനിമയുടെ എല്ലാ മേഖലയും നമ്മൾ സ്വന്തമായിട്ട് തന്നെ ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇനി ഒരു സിനിമയുടെ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇനി പുതിയൊരാൾ ചെയ്യുമ്പോൾ ഉപദേശിക്കാൻ പറ്റും. അത്ര ഒരു എക്സ്പീരിയൻസ് കിട്ടി. പഞ്ചായത്ത് ചെട്ടി എന്നുള്ള ഒരു പേരും അതിന്റെ ഒരു പോസ്റ്ററും ഇപ്പൊ കൊടുങ്ങാശ്ശേരി എന്ന് പറയുന്ന ഒരു സ്ഥലപ്പേരൊക്കെ കാണുന്ന സമയത്ത് നമ്മൾക്ക് ഇപ്പൊ മറിമായത്തിലാണെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സറ്റേറിക്കലായിട്ടും എന്നാൽ വളരെ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന വളരെ സ്വാഭാവിക കോമഡികളുള്ള ഒരു ചിത്രമായിരിക്കും ഇതെന്നുള്ള സൂചനയുണ്ട്. പക്ഷെ അപ്പം തന്നെ ഇതൊരു നിങ്ങൾ ചാനലുകളിൽ എന്താണോ പ്രസന്റ് ചെയ്തിരുന്നത് അതിൻ്റെ ഒരു 2.5 മണിക്കൂർ വേർഷനായി പോവരുത് ഈ സിനിമ എന്നുള്ളൊരു മൈൻഡ് സെറ്റും കൂടി ഉണ്ടാവുമല്ലോ. അപ്പോൾ സ്ക്രിപ്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇത് അതായി പോവരുത്, അങ്ങനെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുമായിരുന്നോ രണ്ടുപേരും? അതെന്താ വെച്ചാൽ നമ്മൾ ആദ്യം സ്ക്രിപ്റ്റ് എഴുതുമ്പോഴേ നമ്മളിത് മറിമായത്തിന്റെ ഒരു വേർഷൻ ആവരുത് എന്നുള്ളതുണ്ട്. ഓക്കെ. സ്ക്രിപ്റ്റ് എഴുതുമ്പോഴേ ഇതൊരു പൂർണ്ണമായിട്ടും ഒരു സിനിമയ്ക്ക് വേണ്ടി എഴുതപ്പെട്ടിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള കാഴ്ച നമ്മൾ മുമ്പേ അതിനെ അങ്ങനെ കണ്ടിട്ടുണ്ട്. കണ്ടിട്ട് ആ രീതിയിൽ തന്നെയാണ് സ്ക്രിപ്റ്റിൻ്റെ വർക്കുകളും ഇതൊക്കെ പോയിട്ടുള്ളത്. അപ്പോൾ പ്രേക്ഷകരായിട്ടുള്ള ആളുകൾക്ക് സ്വാഭാവികമായിട്ടും ഇത് മറിമായം തന്നെ ആയിരിക്കുമോ ഇത് എന്നൊക്കെയുള്ള തോന്നലൊരു പക്ഷേ ഉണ്ടാവാം. പക്ഷെ മറിമായമാണെന്നും സിനിമയാണെന്നും നമുക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുള്ളത് കൊണ്ട് ഒരിക്കലും മറിമായം പോലെയുള്ള ഒരു സാധനം ആവരുത് ഇത് എന്നുള്ളത് നമുക്ക് തീരുമാനം ഉണ്ടായിരുന്നു. പിന്നെന്താ വെച്ചാൽ വേറെയും ഇതിനകത്തുള്ള ഒരു ടാസ്ക് എന്ന് പറയുന്നത് മറിമായം കണ്ട് ശീലിച്ചിട്ടുള്ള ഒരു ഓഡിയൻസ് ഉണ്ട്. അപ്പം എന്താ വെച്ചാൽ നമുക്ക് പൂർണ്ണമായിട്ടും വ്യത്യസ്തമായിട്ടുള്ള വേറൊരു കഥ എടുത്ത് പറഞ്ഞാൽ അത് ഏത് രീതിയിൽ സ്വീകരിക്കപ്പെടും എന്നുള്ള ഒരു ടെൻഷനുണ്ട്. അപ്പോൾ മറിമായത്തിന്റെ ഒരു ഫ്ലേവർ കിടപ്പുണ്ടാവുകയും വേണം, എന്നാൽ ഇത് മറിമായം ആവാനും പാടില്ല, സിനിമയായിട്ട് പൂർണ്ണമായിട്ടും ഒരു സിനിമയായിട്ട് നിൽക്കുകയും വേണം. അപ്പോൾ ആ നിലയ്ക്കൊക്കെയുള്ള ആലോചനകളും സംഗതികളും ഒക്കെ വെച്ചിട്ടുള്ള ഒരു രീതിയിലാണ് ചെയ്തത്. ഈ സംവിധാനവും എഴുത്തും ഇതിനകത്ത് ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുക എന്നുള്ളതും ഒക്കെ കൂടെ ചെയ്തു വന്നപ്പം ഈ ഒരു പ്രോസസ്സിൽ പഞ്ചായത്ത് ചെട്ടിക്ക് വേണ്ടിയുള്ള ഒരു പ്രോസസ്സിൽ ഏറ്റവും ഒരു പുതിയ കാര്യം പഠിച്ചത് എന്തായിരിക്കും? പുതിയ കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സിനിമയുടെ എല്ലാം പഠിച്ച് എല്ലാം ചെയ്തല്ലോ അല്ലേ? ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കരുത്, എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത്, എല്ലാ മേഖലയും സിനിമയുടെ എല്ലാ മേഖലയും നമ്മൾ സ്വന്തമായിട്ട് തന്നെ ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇനി ഒരു സിനിമയുടെ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇനി പുതിയൊരാൾ ചെയ്യുമ്പോൾ ഉപദേശിക്കാൻ പറ്റും. അത്ര ഒരു എക്സ്പീരിയൻസ് കിട്ടി. കാരണം നമ്മൾ ഈ സാധാരണക്കാരുടെ ഇടയിൽ നിൽക്കുന്ന കലാകാരന്മാരായതുകൊണ്ട് നമ്മൾ വിളിക്കുമ്പോൾ ഉള്ള ഒരു ഗൗരവക്കുറവും മറ്റുള്ളതിന് കൊടുക്കുന്ന ഒരു പരിഗണനയും നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കൂടെ നിന്ന ടെക്നീഷ്യൻസൊക്കെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയ കഴിവ് തെളിയിച്ച പ്രഗത്ഭരാണ്. ഞാനും മണിയേട്ടനോ തുടക്കക്കാർ സിനിമയിൽ പിന്നാമ്പുറത്ത് നിന്നുള്ളെങ്കിലും ക്രൂ എല്ലാവരും വളരെ സീനിയറായ ക്യാമറമാനാണ് കൃഷ് കൈമൾ എന്ന് പറഞ്ഞ് അല്ലേ, ആയിരക്കണക്കിന് ആഡ്സ് ചെയ്തിട്ടുള്ള. അതുപോലെ മ്യൂസിക് രഞ്ജിൻ രാജാണ്, ലിറിക്ക് സന്തോഷ് വർമ്മ ഹരിനാരായണനുമാണ്, കോസ്റ്റ്യൂമർ മനോജ് പ്രഭാകറാണ്, അതുപോലെ സൗണ്ട് എല്ലാവരും, പിന്നെ എഡിറ്റ് ചെയ്തിട്ടുള്ളത് ശ്യാം ശശിധരൻ എന്ന് പറഞ്ഞിട്ട് ജോർജ് സാറിൻ്റെ എല്ലാ പടവും സൗണ്ടുകാരും ചെയ്യണതാണ്. അപ്പോൾ നമ്മളാണ് തുടക്കക്കാർ, പക്ഷേ എക്സ്പീരിയൻസ് ആയ ആളുകളാണ് ടെക്നീഷ്യൻസ്. മറ്റു സിനിമയായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ വലിയ സ്റ്റാർ കാസ്റ്റ് ഇല്ലാന്ന് ഉള്ളത് ഒഴിച്ചാൽ ബാക്കി സിനിമയായിട്ട് കടപിടിക്കുന്ന രീതിയിലുള്ള എല്ലാ ടെക്നിക്കൽ സൈഡും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്.